മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വർണ്ണാഭമായ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ വേദിയിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 4 നൂറ്റാണ്ട് കാലം കേരളത്തിലെ നിരവധി എഞ്ചിനീയറിംഗ് പ്രതിഭകളെ സൃഷ്ടിച്ച മഹത്തായ ഒരു കലാലയം, ഒരുപാട് ബാലാരിഷ്ടതകൾ പിന്നിട്ട്, ഒരുപാട് പ്രയാസങ്ങൾ പിന്നിട്ട് ഇന്ന് തലയെടുപ്പോടുകൂടി കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻനിരയിൽ ഈ സ്ഥാപനം നിൽക്കുന്നത് എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗൗരവതരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തെല്ലായിടത്തും ഈ മാറ്റങ്ങൾ വളരെ ദൃശ്യമാണ്. കാരണം ലോകത്ത് നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്. നമ്മുടെ കാലത്തും പഴയ കാലങ്ങളിലും എല്ലാം പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. മനുഷ്യന്റെ പരിണാമ ദിശയിൽ എല്ലായിടത്തും മനുഷ്യൻ പുതിയ അറിവുകൾ തേടിയുള്ള സഞ്ചാരത്തിലായിരുന്നു. അന്നെല്ലാം പുതിയ അറിവുകൾ തേടിയിട്ടാണ് മനുഷ്യൻ ഇന്ന് ഈ നിലയിലെത്തിയത്. പക്ഷേ അന്നൊന്നും കാണാത്ത ഒരു വേഗത, കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്ന, ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്ത് ലോകത്തിലെ സർവകലാശാലകളിൽ, ഗവേഷണ സ്ഥാപനങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും വലിയ ഗവേഷണങ്ങൾ നടക്കുകയും പുതിയ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്യുക. പുതിയ സാങ്കേതിക വിദ്യകൾ, ഫ്യൂച്ചർ ടെക്നോളജീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജിയുടെ പുതിയ തലങ്ങൾ, റോബോട്ടിക്സ് ടെക്നോളജി തുടങ്ങിയ നിരവധി ശാസ്ത്രശാഖകൾ പുറത്തു വരികയാണ്. ഇതെല്ലാം മനുഷ്യന്റെ ക്രിയേഷനാണ്. പക്ഷേ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല കാലഘട്ടത്തിൽ. പക്ഷെ ആദ്യമായി മനുഷ്യന്റെ ക്രിയേഷൻ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തിയുള്ളതാകുമ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള പുതിയ വിവരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എഴുതിയ ഏറ്റവും പുതിയ പുസ്തകത്തിൽ അതിന്റെ വിദഗ്ധനായ റേ കേഴ്സ്വെൽ, വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമുണ്ട്, സിംഗുലാരിറ്റി ഈസ് നിയറർ എന്ന് പറയും. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ഡെക്കേഡിന്റെ, ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം എത്തുമെന്നാണ്, മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ ഒപ്പം. പിന്നീട് 4-5 വർഷങ്ങൾ, ചിലപ്പോൾ 4-5 വർഷം പിടിക്കില്ല, അതിനു മുമ്പ് അത് ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജന്റ് ആവുന്നത്. അതാണ് പ്രൊജക്ഷൻ. അതാണ് 10 വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നുന്നു. കാരണം എന്താ, ഇതുവരെ മനുഷ്യൻ എത്ര മോശം സാധനങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരാരെ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിൽ നെക്സസിൽ പറയുന്നു, മനുഷ്യന്റെ സൃഷ്ടിയാണ് കടാര, അല്ലെ? ആളുകളെ കുത്തിക്കൊല്ല. പക്ഷെ കടാര വെറുതെ ടേബിളിൽ വെച്ചാലോ പാവപ്പെട്ടവനാണ്, ഒന്നും ചെയ്യില്ല. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വല്ലതും ചെയ്യോ? ഒന്നും ചെയ്യില്ല, ആരെയും കുത്തിക്കൊല്ലില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു, ഫുൾ ലോഡർ റിവോൾവർ എത്ര പേര് വെടിവെച്ചു കൊല്ലാം? പക്ഷെ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ആക്ട് ചെയ്യോ? ചെയ്യില്ല. നീ ഏറ്റവും കുഴപ്പം പിടിച്ച കാര്യം ഏതാ? ബോംബാണ്. ഒരു ബോംബ് തന്നെത്താനെ വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? നോ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാങ്കേതിക വിപ്ലവം അവിശ്വസനീയമാണ്. എല്ലാ സബ്ജക്റ്റിലും അതിന്റെ പ്രൊജക്ഷനാണ്, എല്ലാ സബ്ജക്റ്റിലും. അതിനെ നമുക്ക് പോസിറ്റീവായി, മനുഷ്യ വംശത്തിന് ഗുണപരമായി നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ ഹെൽത്ത് കെയറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള പ്രൊജക്ഷൻ തന്നെ വളരെ വലുതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ്, ശരാശരി ആയുസ് 35 വയസ്സായിരുന്നു. ഇപ്പൊ എത്രയായി? ഇപ്പൊ 70-75. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ആർക്കാണെന്നറിയാമോ? ആയുർദൈർഘ്യം.
ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. ജപ്പാൻകാർക്കല്ല, ജപ്പാനിലെ സ്ത്രീകൾക്ക്. അത് നമുക്കൊന്ന് അന്വേഷിക്കണം. അതെന്താ അങ്ങനെ ആകാൻ കാര്യമുണ്ട്? സ്ത്രീകൾക്ക് ആയുർദൈർഘ്യം കൂടാൻ കാര്യം അതാണ്. അപ്പോ പറയുന്നത് എല്ലാത്തിനും പ്രൊജക്ഷൻ ഉണ്ട്. ഇപ്പോ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും ആയുസ് എന്നാണ് ചോദിക്കുന്നത്. എത്രയാണെന്നറിയാം? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കണം. അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയെന്ന്. കാരണം ഈ 35-ൽ നിന്ന് 70 എത്തിയത് മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണ്, അല്ലെ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു. എന്താ കാരണം? ഒരു നെഞ്ചുവേദന വന്നു പോയെന്ന് പറയും. ഇപ്പൊ നെഞ്ചുവേദന വന്നാലോ ഡോക്ടർ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, അല്ലെ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, വേണ്ടി വന്നാൽ ബൈപ്പാസ് സർജറി. 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറയും. അതാണ് വ്യത്യാസം. അപ്പൊ അടുത്ത നൂറ്റാണ്ടിൽ ആ മെഡിക്കൽ സയൻസിന്റെ വളർച്ച എത്രയാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നമ്മളെ ഈ കാർ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ഇടുമ്പോൾ സ്കാൻ ചെയ്യുന്നത് പോലെ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും തന്റെ അസുഖം ഇതാണ്. ഡയഗ്നോസിസ് കഴിഞ്ഞു. പിന്നെ അടുത്തത് പ്രിസ്ക്രിപ്ഷനാണ്, മരുന്നിന്റെ. 2-3 കുറച്ച് മരുന്നെടുക്കും. എന്നിട്ട് പറയും ഇത് തന്റെ വേണ്ട, ഈ മരുന്ന് വേണ്ട, തന്റെ ലിവർ അടിച്ചു പോകും, ഇത് തന്റെ കിഡ്നി അടിച്ചു പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, ഇത് കഴിച്ചു അസുഖം മാറുന്നുണ്ട്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി ഉണ്ട്, കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് നാനോ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി മർജ് ചെയ്തിട്ട് നാനോ ഇതുണ്ടാക്കും, ഒരു ചിപ്പ് പോലെ. അത് ഇഞ്ചക്ട് ചെയ്യും ഡോക്ടർ നമ്മുടെ വെയിനിലൂടെ. എന്നിട്ട് കുട്ടികൾ മറ്റേ വീഡിയോ ഗെയിം കളിക്കില്ലേ ഇങ്ങനെ, എന്നിട്ട് ഇതിങ്ങനെ പോവും. ഈ സാധനം പോയിട്ട് നേരെ ഹാർട്ടിൽ പോയി, ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ബ്ലോക്ക് മുഴുവൻ റിമൂവ് ചെയ്യും, മുഴുവൻ മാറ്റും. മറ്റേ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ബൈപ്പാസ് സർജറിയും വേണ്ട, ഹാർട്ട് ബ്ലോക്ക് മാറി കൂളായിട്ട് പോവാം. ഇതേ സാധനം ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ ശരീരത്തിൽ കൂടെ ഓടിപ്പോയി എല്ലാ ക്യാൻസറസ് സെല്ലുകളും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൺട്രോൾ ചെയ്യണത്, ഒരു സെല്ല് പോലും ബാക്കി വെക്കില്ല, എല്ലാ ക്യാൻസറസ് സെല്ലുകളെ റിമൂവ് ചെയ്യും. അപ്പൊ റേഡിയേഷൻ വേണ്ട, കീമോതെറാപ്പി വേണ്ട, ക്യാൻസർ റിമൂവ് ചെയ്യും. പിന്നെ വേറെ കാര്യം പറയുന്നത്, ഹാർട്ട് പോയി, വേറെ ആളുടെ ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഒന്നും ശരീരത്തിൽ ഉണ്ടാവില്ല, എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും. മനസ്സിലായി? ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു ഞെട്ടിക്കുന്ന സാധനം, ഞാൻ തളർന്നുപോയി അത് കേട്ടിട്ട്. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്ന, ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ല. ഈ റോജി എം ജോണിനെ ഒരു 125 വയസ്സാകുമ്പോൾ കണ്ടാൽ ഇതുപോലെ തന്നെ സുന്ദരനായിട്ടിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. എന്റെ പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ് മറ്റേ ചുളിവൊക്കെ വീണ് മറ്റേ ലുക്ക് വരില്ല, എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും ഏത് പ്രായത്തിൽ. അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര അസൂയായി. അത് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാം. അത് ഇപ്പോ ചെയ്തു തുടങ്ങിയ ആളുകൾ ചെയ്തു തുടങ്ങി. ഇപ്പൊ ഫിലിം സ്റ്റാർസ് ഒക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ രാഷ്ട്രീയക്കാരൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനുള്ള സംഭവം ഇപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിലും അതിന്റെ മെഡിക്കൽ ഡെസ്റ്റിനേഷനുകളുണ്ട്. ഞാൻ പറയുന്നത് ഈ ചേഞ്ചാണ് ലോകത്തുണ്ടാകുന്നത്. ഞാൻ ഒറ്റ സബ്ജക്റ്റിലാണ് പറഞ്ഞത്. വിവിധ എഞ്ചിനീയറിംഗിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ, ഓരോ സബ്ജക്റ്റുകളിൽ, സ്പേസിൽ അടക്കം ലോകത്തെ എല്ലായിടത്തും, നമ്മുടെ വെഹിക്കിൾസിൽ എല്ലാം വലിയ മാറ്റം ഉണ്ടാവുകയാണ്, അത്ഭുതകരമായ മാറ്റം. ആ മാറ്റത്തെ അപ്ഡേറ്റ് ചെയ്യാൻ, ആ നോളജിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ച്. അതാണ് ചാലഞ്ച്. ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സാധനം പഠിത്തം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. ഔട്ട്ഡേറ്റഡ് മീൻസ് പുതിയ നോളജ് വരും അതിൻ്റെ അകത്ത്. ഔട്ട്ഡേറ്റഡ് അല്ല, അത് പുതിയ നോളജ് വരും, അത് അപ്ഡേറ്റ് ചെയ്യണം. അതാണ് ഇനിയുള്ള കാലം. ഇപ്പൊ ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ എല്ലായിടത്തും. ജോലിയുടെ സ്വഭാവം, പുതിയ ഒരു ജോലി ഇല്ലാതാവുക, പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ജോലി തുടങ്ങുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി. വിവിധ സെക്ടറുകളിൽ എക്സ്പേർട്ടുകളെ നിയമിച്ച് ഓരോ സെക്ടറുകളും നിരീക്ഷിക്കുക, അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരത് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യും. ഗവൺമെന്റ് അതനുസരിച്ച് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യും, പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാവും, ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി
ഉറപ്പാകുന്ന തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ, ഞാൻ മന്ത്രി ഇരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല, അദ്ദേഹം പറയും, കംപ്ലീറ്റ് ആയിട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ പോവുക. ജോലി ഉറപ്പുവരുത്തുന്ന തരത്തിൽ, അക്കാഡമിക് പ്രോഗ്രാമുകൾ പുതിയതായി ഉണ്ടാകുന്ന തരത്തിൽ ആ മാറ്റത്തിലേക്ക് കേരളം കാൽവെക്കുക. ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ കേരളവും മാറും. കേരളം മാറണം, മാറിയേ മതിയാവും. ഇല്ലെങ്കിൽ എത്ര പുറകിലായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ പുതിയ കാലത്ത്, ഈ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്തേക്ക് പോകാൻ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ തയ്യാറെടുപ്പ് നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടൊപ്പം പുതിയ സിൽവർ ജൂബിലി ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ കല്ലിടൽ കർമ്മം കൂടി നിർവഹിച്ചുകൊണ്ട് ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.